മസാല ബോണ്ട് ഇടപാടിൽ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് കിബിയും ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഡോക്ടർ ഐസക്കിന്റെ ഹർജി നിലനിൽക്കവേ പുതിയ സമൻസ് ഇ ഡി അയച്ചതിൽ വിശദീകരണം നൽകാൻ ഇ ഡി സമയം ചോദിച്ചിരുന്നു ഹൈക്കോടതിയിൽ. ഇന്ന് അവർ വിശദീകരണം നൽകാൻ സാധ്യത. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് വിവരങ്ങളും അയച്ചിരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉത്തരേന്ത്യയിൽ നമ്മൾ പല സ്ഥലങ്ങളിലായി കാണുന്നുണ്ട് ഇ ഡിക്ക് പിടിപ്പത് പണിയുണ്ട്. കേരളത്തിലും ഇ ഡിയുടെ ഈ നെറ്റ്വർക്ക് അതിവിപുലമായി തന്നെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ വരുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ ഹർജിയാണ് ആ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഇതിൽ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന് അയച്ചിട്ടുള്ള സമൻസിനെ ചൊല്ലിയാണ് ഹർജി. തോമസ് ഐസക്ക് പറയുന്നത് കോടതിയുടെ പരിഗണനയിൽ താൻ നൽകിയ ഹർജി ഇരിക്കുമ്പോൾ തനിക്കിങ്ങനെ തുടർച്ചയായി സമൻസ് അയക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് ഇ ഡി വിശദീകരണം നൽകും. അതേസമയം കിഫ്ബിയോട് കഴിഞ്ഞ തവണ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഹാജരായി രേഖകൾ കൈമാറണമെന്നാവശ്യപ്പെട്ടതിനനുസരിച്ച് അവർ ഹാജരായിട്ടുണ്ട്. ഇ ഡി കൂടുതൽ രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ നിയമപരമായി തോമസ് ഐസക്കിന് അയച്ച സമൻസ് അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഡൽഹിയിലൊക്കെ ചില കാര്യങ്ങൾ കണ്ടതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിർണായകമായ കാര്യമാണ്. കാത്തിരുന്ന് കാണാം എന്തായിരിക്കും കോടതിയുടെ തീരുമാനമെന്ന്. താങ്ക് യു ശ്രീകാന്ത്. ഇന്ന് ഹൈക്കോടതിയിൽ ഇത് വരും, നമുക്കറിയാം. ഇ ഡി വേഴ്സസ് ഡോക്ടർ തോമസ് ഐസക് കാര്യം എന്തായി എന്നുള്ളത്.